ഉരുൾകാർന്നെടുത്ത വയനാടിന്റെ ചൂരൽമല മുണ്ടക്കൈ ദേശങ്ങൾ നേരിട്ട് സന്ദർശിക്കാൻ പ്രധാനമന്ത്രി എത്തി. രാവിലെ കണ്ണൂരിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ചേർന്ന് സ്വീകരിച്ചു. ഹെലികോപ്റ്ററിൽ ആകാശ നിരീക്ഷണം പൂർത്തിയാക്കിയ ശേഷം ഉച്ചയ്ക്ക് 12:15 കൽപ്പറ്റ SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയത്. കൽപ്പറ്റയിൽ നിന്ന് റോഡ് മാർഗമായിരുന്നു ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിൽ മോദി എത്തിയത്. 2 ഹെലികോപ്റ്ററുകളാണ് കൽപ്പറ്റയിലെ ഹെലിപ്പാഡിൽ ഇറങ്ങിയത്. കൽപ്പറ്റയിൽ നിന്ന് മേപ്പാടി വഴി 18 കിലോമീറ്ററാണ് ചൂരൽമലയിലേക്കുള്ളത്. ദുരന്ത ഭൂമിയിൽ ഏറെ നേരം ചെലവഴിച്ച ശേഷം ഉച്ചയ്ക്ക് 2:10 ചൂരൽമലയിൽ നിന്ന് അദ്ദേഹം മടങ്ങിയത്. വെള്ളാർമല സ്കൂൾ റോഡിലായിരുന്നു ആദ്യ സന്ദർശനം. ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല GVHS സ്കൂളും പ്രദേശത്ത് തകർന്ന വീടുകളും പ്രധാനമന്ത്രി വാഹനത്തിലിരുന്ന് ആദ്യം കണ്ടു. ഇതിനുശേഷം വെള്ളാർമല സ്കൂളിലെത്തിയ മോദി സ്കൂളിലെ കുട്ടികളെ കുറിച്ച് ചോദിച്ചറിയുകയായിരുന്നു. സ്കൂൾ റോഡിലെ 1/2 കിലോമീറ്ററോളം ദൂരത്തിലുള്ള സ്ഥലങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. പാറക്കൂട്ടങ്ങൾ നിരനിരയായി വന്നടിഞ്ഞ സ്ഥലത്തും മോദി എത്തി. അരമണിക്കൂറോളം ചൂരൽമലയിലെ ദുരന്ത മേഖല സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രി ബെയിലി പാലത്തിലൂടെ നടന്ന് രക്ഷാദൌത്യത്തിൽ പങ്കാളികളായ ഉദ്യോഗസ്ഥരുമായും സംസാരിച്ചു. NDRF SOG ഉദ്യോഗസ്ഥരുമായും സംസാരിച്ചു. പാലത്തിന്റെ മറുകരയിലുള്ള ഉദ്യോഗസ്ഥരെയും കണ്ട ശേഷമാണ് പ്രധാനമന്ത്രി ചൂരൽമലയിൽ നിന്ന് മടങ്ങുന്നത്. ദുരന്തത്തിന്റെ വ്യാപ്തിയും നാടിന്റെ വേദനയും നേരിട്ടറിഞ്ഞാണ് പ്രധാനമന്ത്രി ചൂരൽമലയിൽ നിന്ന് മേപ്പാടിയിലേക്ക് പോകുന്നത്. പിന്നീട് മോദി പോകുന്നത് മേപ്പാടി സെന്റ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കായിരുന്നു. ക്യാമ്പിലെ 9 പേരുമായിട്ടാണ് മോദി കൂടിക്കാഴ്ച നടത്തിയത്. ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടമായവർ അവരുടെ സങ്കടം പ്രധാനമന്ത്രിയുമായി പങ്കുവെക്കുകയായിരുന്നു. 25 മിനിറ്റോളം നേരമാണ് പ്രധാനമന്ത്രി ക്യാമ്പിൽ ചെലവഴിച്ചത്. ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ പ്രതിനിധികളായാണ് 9 പേർ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചത്. ദുരിതാശ്വാസ ക്യാമ്പിലെ സന്ദർശനത്തിന് ശേഷം മേപ്പാടിയിലെ വിംസ് ആശുപത്രിയിലും പ്രധാനമന്ത്രി എത്തി. ദുരന്തത്തിൽ അകപ്പെട്ട് ആശുപത്രിയിൽ കഴിയുന്ന 4 പേരെയാണ് മോദി സന്ദർശിച്ചത്. ആശുപത്രിയിലുള്ള ദുരിതബാധിതരെ മോദി ആശ്വസിപ്പിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. സന്ദർശനങ്ങൾക്ക് ശേഷം വയനാട് കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. മുണ്ടക്കൈ ദുരിതബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായവും ചെയ്യുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവലോകന യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. കേരളത്തോട് വിശദമായ മെമ്മോറാണ്ടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എത്ര വീടുകൾ തകർന്നു, എത്ര നാശനഷ്ടമുണ്ടായി, ഏത് രീതിയിൽ ജനങ്ങളുടെ പുനരധിവാസം നടത്താൻ ഉദ്ദേശിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിശദമായ കണക്കുകൾ ഉൾപ്പെട്ട മെമ്മോറാണ്ടമാണ് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വയനാടിന്റെ പുനർനിർമ്മാണത്തിന് സമഗ്ര പദ്ധതി സമർപ്പിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദുരിതബാധിതർ ഒരിക്കലും ഒറ്റയ്ക്കാവില്ല. ദുരന്തത്തിൽപ്പെട്ടവരുടെ ഭാവി സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും പുനരധിവാസത്തിന് ഒരിക്കലും പണത്തിന്റെ കുറവുണ്ടാകുകയില്ല. സഹായം എത്രയും വേഗം നൽകുമെന്നുമാണ് പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ദുരന്തത്തിന്റെ ഭീകരത അത്രയും നേരിൽ കണ്ട് മനസ്സിലാക്കിയ പ്രധാനമന്ത്രി വയനാട്ടിലേത് സാധാരണ ദുരന്തമല്ല എന്നാണ് പറഞ്ഞത്. ദുരന്ത നിവാരണത്തിന് കേന്ദ്രം സംസ്ഥാന സർക്കാരിനൊപ്പമുണ്ടെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ജനങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങൾ വേണ്ട രീതിയിൽ നൽകിയാൽ, കേന്ദ്രം നൽകുന്ന സഹായങ്ങൾ ആവശ്യകരങ്ങളിൽ കൃത്യമായി എത്തിയാൽ ദുരന്തഭൂമി പുനഃസൃഷ്ടിക്കപ്പെടാൻ അധിക കാലതാമസം ഉണ്ടാകില്ല.